സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുന്നു എന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായിട്ട് മലപ്പുറം, കോഴിക്കോട്, അതുപോലെ തന്നെ വയനാട് ജില്ലകളിൽ നിന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എറണാകുളം, അതുപോലെ തന്നെ പാലക്കാട് ഉൾപ്പെടെ 6 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടും മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടും തുടരുന്നുണ്ട്. ഏതായാലും ഈ അതിതീവ്ര മഴയുടെ മുന്നറിയിപ്പിന്റെ സാഹചര്യത്തിൽ തന്നെ കോഴിക്കോടും വയനാടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. എങ്കിൽ പോലും മറ്റ് പരീക്ഷകളുടെ പശ്ചാത്തലത്തിൽ തന്നെ ആ പരീക്ഷകൾ മാറ്റിവെച്ചിട്ടില്ല എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. ഈ ഒരു തീവ്ര മഴയുടെ മുന്നറിയിപ്പിന്റെ സാഹചര്യത്തിൽ തന്നെ ക്വാറികൾ, അതായത് ഈ അപകട സാധ്യത മുൻനിർത്തി ജില്ലകളിൽ ക്വാറി അതിന് ഖനന പ്രവർത്തനങ്ങൾക്കുള്ള മുന്നറിയിപ്പ്, അതായത് അത് പ്രവർത്തിപ്പിക്കരുത് എന്നടക്കമുള്ള ഉത്തരവ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ രാത്രികാലങ്ങളിൽ ഈ ചുരം വഴിയുള്ള മേഖലകളിൽ അനാവശ്യ യാത്ര ചെയ്യുന്നവരോട് യാത്ര അതുവഴി ചെയ്യരുത്, അതായത് രാത്രി 6 മണി മുതൽ പുലർച്ചെ 7 മണി വരെ തന്നെ ഇതുവഴിയുള്ള യാത്ര നിരോധിച്ചിട്ടുണ്ട് എന്നുള്ള ഉത്തരവും ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഈ ഒരു കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ തന്നെ നാദാപുരത്തും അതുപോലെ തന്നെ ചാത്തമംഗലത്തുമെല്ലാം വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. നാദാപുരത്ത് ചുഴലിക്കാറ്റ് രൂപപ്പെട്ടിരുന്നു. ഈ ഒരു ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ തന്നെ പലയിടങ്ങളിലും മരങ്ങൾ കടപുഴകി വീണു. അത് വീടിന്റെ മുകളിലേക്ക് അടക്കം വീഴുന്ന ഒരു സാഹചര്യമുണ്ട്. എങ്കിൽ പോലും ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. എങ്കിൽ പോലും പല വീടുകളും അതുപോലെ തന്നെ കെട്ടിടങ്ങളും തകർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ചാത്തമംഗലത്ത് പലയിടങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് പുഴയടക്കം കരകവിഞ്ഞൊഴുകിയിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഭാഗങ്ങളിലേക്കെല്ലാം വെള്ളം എത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ വാഴകൃഷി അടക്കം നശിച്ചിട്ടുണ്ട് എന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏതായാലും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് പാലക്കാട് ജില്ലയിൽ അടക്കം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഏതായാലും കനത്ത മഴ, അതായത് ഇടവിട്ടുകൊണ്ടുള്ള കനത്ത മഴ തുടരുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്.